മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ, മൈനറിയത്തീമായി കൺതടം തുടച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. വഅലമു യാ ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സമാദരണീയനായ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് കൂടിയായ റഷീദ് ദാരിമിയാവുകൾ, ഞാൻ അവരുടെ നാട്ടുകാരൻ കൂടിയാണ്. അതുപോലെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഉമ്മവങ്ങന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടുതൽ അവർ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹലാലും ഖൈറുമായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോ മുഅ്മിനാത്തുകളുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയോ അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയപ്പെട്ടവരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ തമാശ സംസാരങ്ങൾക്കോ ഒന്നും മുതിരാതെ കാര്യപ്രസക്തമായ കുറച്ച് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് പടച്ച റബ്ബിന്റെ തൗഫീഖോടുകൂടി നമ്മൾ സംസാരിക്കുകയാണ്. എല്ലാവരും ആ ഉള്ള സമയം നല്ല മനസ്സോടുകൂടി നല്ല നിയ്യത്തോടുകൂടി, എഴുത്തിക്കാഫിന്റെ നിയ്യത്തില്ലാത്തവർ എഴുത്തിക്കാഫിന്റെ നിയ്യത്ത് കരുതി പുരുഷന്മാർ പള്ളിയിലും, സഹോദരിമാർ നല്ല ശ്രദ്ധയോടുകൂടി അല്പസമയം ഈ നസീഹത്ത് ശ്രമിക്കണം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും നാളെ ഹസനാത്തിന്റെ തുലാസിൽ വലിയ ഭാരം തോന്നുന്ന ഒരു അമലായി നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു കബൂലാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ മുഹറമിലെ ആദ്യത്തെ ഈ നാട്ടിലെ മജ്ലിസിനോടായിരിക്കും പരിശുദ്ധമായ മുഹറം പുതിയ ഒരു വർഷം നമ്മിലേക്ക് വന്നു. ഹിജറ കലണ്ടർ പ്രകാരം 1445 ഉള്ളത് 1446 പലപ്പോഴും നമ്മുടെ ആയുസ് ചുരുങ്ങുന്നതും വയസ്സ് കൂടുന്നതും പുതിയ ഒരു ജനുവരി വരുമ്പോഴാണ് നമ്മളൊക്കെ മനസ്സിലാക്കാറുള്ളത്. ഈ 2024 അക്കം മാറി 2025 പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ വയസ്സിന്റെ എണ്ണം കൂടിയെന്ന ബോധം നമുക്കുണ്ടാകാറുള്ളത്. എന്നാൽ ഖാലിഖായ റാസിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയ ആയുസ് ഒന്ന് കുറഞ്ഞു. ഈ മുഹറമോടുകൂടി ഒരു വയസ്സ് നമുക്ക് കൂടി. അല്ലാഹു 4 മാസം പ്രായമാകുമ്പോൾ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് കണക്കാക്കിയ ആയുസ് ഒന്ന് കുറഞ്ഞു എന്നാണ് ഈ പുതിയ മുഹറമിലേക്ക് പ്രവേശിക്കലോടുകൂടി നമ്മളെ എല്ലാവരെയും ഉണർത്തേണ്ട ഒരു ചിന്ത. ലോകത്ത് എല്ലാ കാലത്തും മനുഷ്യന് ജീവിക്കാൻ കഴിയൂല എന്നത് ഒന്നും രണ്ടാണ് എന്ന് ബോധ്യമുള്ളത് പോലത്തെ സത്യം നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സദസ്സിലിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതൊരു പരമയാതാണ്. അതുകൊണ്ട് വിശുദ്ധമായ മുഹറമിലേക്ക് പ്രവേശിക്കലോടുകൂടി ഒരു പുതിയ പ്രതിജ്ഞ നമുക്ക് കൊടുക്കാൻ കഴിയണം. നമുക്ക് അങ്ങനെയുള്ള ചില സമയങ്ങളിലുള്ള നമ്മുടെ പ്രതിജ്ഞകൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ആകസ്മികമായ മരണം നടന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ല ആരോഗ്യമുള്ള തൻ്റെ ഇടമുള്ള ഒരു യുവാവ്, ചുറുചുറുക്കുള്ള യൗവനം, ചുണ്ടിയാൽ തെറിക്കുന്ന ചോരത്തിളപ്പുള്ള ഒരു യുവാവ് മരണപ്പെട്ടാൽ അന്ന് പല യുവാക്കളും ചിന്തിക്കും, പടച്ചോനെ ഞാൻ ഇങ്ങനെ നന്നാകട്ടെ, അതിന് വലിയ മാറ്റം ഉണ്ടാവും ചെയ്യും. അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാകേണ്ട സന്ദർഭമാണ് ഈ വിശുദ്ധമായ മുഹറം. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ജീവിച്ചതുപോലെ ഇനി എൻ്റെ ജീവിതത്തിലൊരു മാറ്റം, എൻ്റെ ജീവിതത്തിലൊരു വർഷം കഴിഞ്ഞു പോയി, ഞാൻ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയെങ്കിലും ഒരു മാറ്റം എനിക്ക് വേണമെന്നൊരു ബോധം നമുക്കുണ്ടാക്കണം. കാരണം പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ. ഒരു നിശ്ചിത സമയം വരെ മാത്രമാണ് ഈ
ഈ ദുനിയാവിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കും. ഒരു നിശ്ചിത സമയം മാത്രമാണ്. 90 വയസ്സുള്ള കാരണവരായ ഒരു മനുഷ്യന്റെ ഒരു കാരണവരുടെ ഗ്യാരണ്ടി എന്താണോ അതേ ഗ്യാരണ്ടി മാത്രമാണ് 21 വയസ്സുള്ള ചുറുചുറുക്കുള്ള യുവാവിനും ഈ ലോകത്തുള്ളത്. 90 വയസ്സുള്ള ഒരു ഉമ്മയുടെ എത്ര ഗ്യാരണ്ടിയാണോ ജീവിക്കാൻ ആവശ്യമായ ഗ്യാരണ്ടി ഉള്ളതെങ്കിൽ അതേ ഗ്യാരണ്ടി മാത്രമാണ് പിറന്നു വീഴുന്ന ചോര പൈതലിനും അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത്. വളരെ മനോഹരമായി തഴവ കുഞ്ഞ് മുഹമ്മദ് മുസ്ലിയാർ അക്കാര്യം അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ പറയുന്നുണ്ട്. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. തെങ്ങിൽ നിന്നൊരു മടല് അടർന്നു വീഴുമ്പോ മറ്റുള്ള മടലുകളൊക്കെ ചിരിക്കുകയാണ്. ആ ചിരിക്കുന്ന മടലറിയുന്നില്ല, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. ഇന്ന് വീണപ്പോൾ ഒരു മടല് വീണപ്പോൾ ചിരിച്ച മടല് ചിന്തിക്കുന്നില്ല, നാളെ ഞാനും വീഴാനുള്ളവരാണെന്ന് ചിന്തിക്കുന്നില്ല. പറയുമ്പോ ഇന്നലെ അങ്ങ് പുതിയ മടലായി തെങ്ങിൽ കയറിയതാണ്, പക്ഷേ കൂടുതൽ നിലനിൽക്കാനുള്ള ആയുസില്ല, താഴെ കടന്നു വീഴുകയാണ്. ഇതാണ് ഓരോ മുഅ്മിനായ മനുഷ്യന്റെയും ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇന്നലെയാണ് മിനിഞ്ഞാനാണ് എൻ്റെ സുഹൃത്തിന്റെ സഹോദരി 23 വയസ്സുള്ള കണ്ണൂർ ജില്ലയിൽ ഒരു സഹോദരി മരണപ്പെടുന്നത്. ആ മരണ വാർത്ത വായിച്ചപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. 23 വയസ്സുള്ള ഒരു സഹോദരി കുഞ്ഞിനിക്ക് പാൽ